എൻ്റെ ഫേസ്ബുക്ക് ഫാമിലി, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്കൊന്നിച്ച് ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുന്ന കാര്യം ഇന്നർ ചേംബറാണല്ലോ. നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം നമ്മൾ സ്ഥാപിക്കുകയും ഈ ദിവസങ്ങളിലുള്ള കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഒരു കാര്യം സ്പഷ്ടമായി സംഭവിക്കുന്നത് യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം. എൻ്റെ പ്രാർത്ഥനയും അതാണ്. വൺ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചവരാന്നുള്ള പേര് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് ഞായറാഴ്ച സഭായോഗത്തിന് പോകാം, അന്യഭാഷ കാണും, ബൈബിൾ വേണമെങ്കിൽ കയ്യിലെടുത്തുകൊണ്ട് നടക്കാം. ഇതെല്ലാം ഒരു ഭാഗമാണ്. പക്ഷേ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈസ് എ സ്പിരിച്വൽ ലൈഫ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആ സീക്രട്ട് പ്ലേസിൽ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ നടക്കുമ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറലിന് വേണ്ടി അല്ലായിരിക്കും യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. പക്ഷേ ഓരോ ദിവസവും സമാധാനവും സന്തോഷവും സ്വസ്ഥത, ഇത് മൂന്നും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ഈ കാര്യത്തിൽ ഒരു കാര്യം എടുത്ത് എനിക്ക് പറയാം. കാരണം ഞാൻ ഒരു അന്വേഷിയായിരുന്നു. ദൈവത്തെ അന്വേഷിച്ച് നടന്ന വ്യക്തിയായിരുന്നു. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 91 ഡിസംബറിൽ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം വന്ന് അതിനുശേഷം ഞാൻ സൗഖ്യമായി കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാനും മരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ യൗവനത്തിൻ്റെ തിളപ്പുള്ളപ്പം നമ്മൾ ഒരിക്കലും ഓർക്കത്തില്ല നമുക്ക് ഈ കുഴപ്പം വരും. ഇപ്പം ഇന്ന് തന്നെ ലോകത്തിൽ ഇങ്ങനെ ഒരു ബാധ വരുമെന്നും അല്ലെങ്കിൽ കോവിഡ് വരുമെന്നും എല്ലാവരും വീട്ടിൽ കയറി ഇരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുമായിരുന്നു ഇതുപോലെയാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഇന്ന് നമ്മൾ മനോരമ TV-യിലും ഓരോ ചാനലിലൊക്കെ ട്രാക്ക് റെക്കോർഡ് കാണിക്കുന്നു. ഒരാൾ എവിടെ വരെ പോയി എത്ര മിനിറ്റ് ഇരുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരെയും ട്രാക്ക് ചെയ്യുന്ന ഡിവൈസ് ഇറ്റ്സ് ഓൾറെഡി ദെയർ. പക്ഷേ താങ്ക്സ് ബി ടു ഗോഡ്, കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. യേശുക്രിസ്തു വന്ന് തൻ്റെ മണവാട്ടിയായ സഭയെ കൊണ്ടുപോയ ശേഷമായിരിക്കും എതിർക്രിസ്തുവിൻ്റെ ഭരണം. നമ്മൾ കാണത്തില്ല. ചിലരൊക്കെ എതിർക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നമ്മൾ എതിർക്രിസ്തുവിനെ കാണാനേ പോകുന്നില്ല. അതിൻ്റെ മുമ്പേ തൻ്റെ വിലപ്പെട്ട, തൻ്റെ ഹൃദയം ആയിരിക്കുന്ന, എല്ലാം ആയിരിക്കുന്ന തൻ്റെ മണവാട്ടിയെ യേശു താൻ കൊണ്ടുപോകും. നൗ ഇന്നത്തെ ഈ സാഹചര്യം ഓർത്ത് നോക്കി. ഇതുപോലെ തന്നെ അല്ലായിരുന്നോ നോഹയുടെ കാലഘട്ടത്തിൽ മഞ്ഞുകൊണ്ടായിരുന്നു ഭൂമി മുഴുവൻ നനഞ്ഞത്. അന്ന് മഴയെന്ന് പറയുന്നത് ആരും കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് യേശു തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നോഹയുടെ കാലത്ത് പോലെ ആയിരിക്കും. നോഹയുടെ കാലത്ത് ഓർത്ത് നോക്കിക്കുക. ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ, മഴ വരാൻ പോകുന്നു, ഒരു പെട്ടകം പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പെട്ടകത്തിനകത്ത് പ്രവേശിക്കുന്നവർ രക്ഷപ്പെടും, നിങ്ങൾ ഈ പെട്ടകത്തിനകത്ത് കയറണം എന്ന് 100-120 വർഷം പ്രസംഗിച്ച എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ ആ മനുഷ്യൻ എന്ത് കഷ്ടപ്പെട്ടു. എന്നിട്ട് ഒരു മനുഷ്യൻ കേട്ടില്ലെന്ന് മാത്രമല്ല, പരിഹസിച്ചു. അവർ വിവാഹത്തിന് വാങ്ങിയും കൊടുത്തും അവരവരുടെ ലോകത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഡൈവോഴ്സ്, ഒരാൾക്ക് വേണ്ട ഉടനെ അവളെ വിട്ടു, ഉടനെ വേറൊരുത്തി കിട്ടി. ഇന്നത്തെ കാലഘട്ടം പോലെ ഡൈവോഴ്സ് ഇസ് ഇൻക്രീസിങ്.
യേശു ആ കാലഘട്ടത്തെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഈ നോഹയുടെ കാലഘട്ടത്തിൽ മഴ വരും എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇന്നത്തെ കാലത്ത് ഇതുവരെ പ്രസംഗിച്ച എല്ലാ ശുശ്രൂഷകരും കർത്താവ് വരുമെന്നും എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരുമെന്നും അന്ന് ആർക്കും അനങ്ങാൻ പറ്റത്തില്ല എന്നും അന്ന് നമ്പർ ഉള്ള തൻ്റെ സീലുള്ളവർക്ക് മാത്രമേ ഭക്ഷണ പദാർത്ഥം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ മേല. എന്നാൽ ഇന്ന് എല്ലാവരും വീടുകളിൽ കയറി ഒരു രാഷ്ട്രങ്ങൾ അവരവരുടെ സ്ഥലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുതെന്ന് പറയുമ്പോൾ ഇപ്പം ഏകദേശം മനസ്സിലാകുന്നുണ്ട് എന്തായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ ഭവനം ആയിട്ടില്ല, ടേസ്റ്റ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന്. പക്ഷെ ഇതിനേക്കാളും സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷേ ഇന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ അന്ന് ഈ ദിവസം കാണത്തില്ല. അന്ന് അവർ മേഘാരൂഢനായി എടുക്കപ്പെട്ട ശേഷമായിരിക്കും കർത്താവ് വരാൻ പോകുന്നത്. സോ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ കാണുമ്പം ഞാൻ ഇന്നത്തെ ഇത് അന്ത്യകാല സംഭവമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതൊരു ഫോർടേസ്റ്റാണ്, ഒരു ടേസ്റ്റ് ആയിരിക്കും വരാനിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണം എങ്ങനെയായിരിക്കുമെന്ന് ഏകദേശം നമുക്ക് പിടികിട്ടും. അപ്പോൾ എന്തിനാ ഇത് പറഞ്ഞതിൻ്റെ സാരം എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് രഹസ്യമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പരസ്യമായ പ്രസംഗങ്ങളല്ല, ആ സീക്രട്ട് പ്ലേസിൽ, ആ ഇന്നർ ചേംബറിൽ താനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അന്യഭാഷയുമുണ്ട്, ബൈബിളുമുണ്ട്, എല്ലാം ഉണ്ട്. അതല്ല, അതിനേക്കാളും അധികം ഐ എം ടോക്കിംഗ് ഓഫ് എ ഹയർ ലെവൽ ഓഫ് സ്പിരിച്വൽ ലൈഫ്. കാരണം ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ ദാറ്റ് വി എൻറ്റർ. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട അത്യാവശ്യകത വളരെയധികമാണ്. അല്ലെങ്കിൽ ഇനി മുമ്പോട്ടും വ്യാകുലതയും പ്രശ്നങ്ങളും വി ആർ ഗോയിങ് ബിഹൈൻഡ് അല്ലേ. പല സാമ്പത്തിക ശാസ്ത്രന്മാർ പറയുന്ന ഏകദേശം 30 മുതൽ 50 വർഷം വരെ പുറകോട്ട് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിലും ജയത്തോടെയും സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും കഴിയുന്നത് ദൈവമക്കളായിരിക്കും. കാരണം അവർക്ക് അകത്തുനിന്ന് ചാടുന്ന ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ മഹാസന്തോഷമായിരിക്കും അവരുടെ ഉള്ളിൽ. വ്യാകുലത കാണത്തില്ല. കാരണം അവർക്കൊരു കാര്യം അറിയാം, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഹീ ഹു ബിഗാൻ ദ ഗുഡ് വർക്ക്, ലോകസ്ഥാപനത്തിന് മുമ്പേ തുടങ്ങിയ ദ ലാർജർ ഡൈമെൻഷൻ, അത് ഒരു സ്പിരിച്വൽ ആൾക്കേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഞാൻ പറയാം, ആത്മാവ് വീണ്ടും ജനിച്ചു, സ്നാനപ്പെട്ടു, അന്യഭാഷ അഭിഷേകം പ്രാപിച്ചു, വചനം വായിക്കുന്നുണ്ട്, ഇത് മാത്രമാണോ ക്രൈസ്തവ ജീവിതം? അല്ല. അവിടെ വെച്ച് ഒതുക്കരുത്. അവിടെ വെച്ച് ഒതുങ്ങിപ്പോകുമ്പോഴുള്ള ദോഷം നമുക്ക് ഇനിയുമുള്ള ക്രിസ്തു യേശുവിലുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കർത്താവുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ, അടുപ്പത്തിൽ, കർത്താവുമായിട്ടുള്ള ദ വൺ ടു വൺ റിലേഷൻഷിപ്പ്. ഇന്നൊരു കാര്യം മനസ്സിലാക്കും, നമ്മളെന്തോ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ മനസ്സിലാകട്ടെ, ഹൃദയക്കണ്ണ് പ്രകാശിക്കട്ടെ എന്ന് യേശു മുഖാന്തരമായി ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുണം എന്നാ? ആ സീക്രട്ട് പ്ലേസിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം, ദ ഹോളി സ്പിരിറ്റ് മേക്സ് ദ പ്രസൻസ് ഓഫ് ഗോഡ് റിയൽ. ആ പരിശുദ്ധാത്മാവ്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വായുക്കകത്ത് സഞ്ചരിക്കുന്ന, വായുക്കകത്ത് നടക്കുന്നത്, വായു ശ്വസിക്കുന്നത്. ആ വായുക്കകത്ത് നടക്കുന്ന വായു നമ്മുടെ അകത്തുണ്ടെന്ന് പറയുമ്പം നമുക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ, വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായല്ലോ, അകത്ത് എങ്ങനെയാണോ വായു കെട്ടി നിൽക്കുന്നത്, ഓക്സിജൻ എങ്ങനെയാണോ നമ്മുടെ ശ്വാസകോശത്തിനകത്ത് നിൽക്കുന്നത്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ കവർ ചെയ്തിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തും വസിക്കുന്നു. പരിശുദ്ധാത്മാവിനല്ലാതെ നമുക്ക് ഒരു ജയകരമായ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നലെ അവസാനിപ്പിച്ച ആ വേദഭാഗത്തിലേക്ക് മടങ്ങാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാമത്തെ അധ്യായം
ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 15-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. 9 വായിച്ചു, 10-ാമത്തെ വാക്യത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും അനുസരിക്കണം. വീട്ടിൽ തന്നെ ഇരിക്കണം. വീട്ടിലിരിക്കുമ്പം ഞാൻ വളരെ ഇന്നലെ ഞാൻ ഓർത്തത്, നമ്മൾ വെളിയിൽ പോകാതെ ഇരിക്കുമ്പോൾ കൊറോണയിൽ നിന്നും രക്ഷപ്പെടും. പക്ഷെ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കണം, എക്സസൈസ് ചെയ്യണം. എന്നാ പറയുന്നത്, ന്യൂസ് പേപ്പർ വെച്ച് ഒരു ബോൾ ഉണ്ടാക്കണം. ബോൾ ഉണ്ടാക്കിയിട്ട് അത് പ്രസ് ചെയ്യണം. അത് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഈ കൈയുടെ ബലത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ കാല് മോളോട്ട് താഴ്ത്ത് ചാടുക, നീക്കുക, എന്തെങ്കിലുമൊക്കെ ബ്ലഡ് സർക്കുലേഷൻസിന് വേണ്ടി നല്ല വീട്ടിൽ വ്യായാമം ചെയ്യണം. ഞാൻ ഇന്നലെ നമ്മുടെ ഒരു സഹോദരനോട് പറഞ്ഞു, വീട്ടിലെ മിക്സി ഇനി ഉപയോഗിക്കരുത്, ആട്ടാൻ തന്നെ ചമ്മന്തിയൊക്കെ കല്ലിലൊക്കെ അരച്ച് അത് പറയുന്നത് കേട്ടപ്പം അനി പറഞ്ഞു, പെണ്ണുങ്ങളെ ഉപദ്രവിക്കാനാണോ? വാക്യൂം ക്ലീനറൊക്കെ മാറ്റി തൂക്കാനൊക്കെ തുടങ്ങണം. വ്യായാമം തുടങ്ങുവാണെങ്കിൽ 21 ദിവസം കഴിയുമ്പം ആരോഗ്യവാനായി വെളിയിൽ നമുക്ക് വരാൻ പറ്റും. സോ ഡു സംതിങ്. ഇന്ന് തോമസ് ബ്രദർ രാവിലെ പറഞ്ഞ പോലെ തോമസ് ബ്രദർ ലൈവ് ചെയ്ത് കഴിഞ്ഞ് നേരെ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങാൻ പോവാണ്. നല്ല കാര്യമാണ്. വാസ്തവത്തിൽ എനിക്ക് ഞാൻ നാട്ടിൽ ആയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കൃഷിക്ക് വേണ്ടി ഉള്ള സാധ്യത ഉണ്ടായിരുന്നു. സോ ഡു സംതിങ്. വീട്ടിൽ ചുമ്മാ ഇരിക്കാതെ, ഞാൻ പറഞ്ഞ ഇത് നല്ലൊരു എക്സസൈസ് ആകട്ടോ. ചുമ്മാ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് 2 പന്തുണ്ടാക്കി ഞെക്കിക്കൊണ്ടിരിക്കുക. സോ യുവർ ബ്ലഡ് സർക്കുലേഷൻ ടുവേർഡ്സ് ദ ഹാൻഡ് വിൽ ബി വെരി വെരി ഗുഡ്. മസിൽസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ബാക്ക് ടു ദ ഗോസ്പൽ. ചിലർ എന്നോട് വിളിച്ചുമ്പോൾ പറയും, തങ്കുബ്രദറിനെ വിളിച്ചാൽ പ്രായോഗിക അഡ്വൈസോടെ കിട്ടും. ബിക്കോസ് ഐ എം നോട്ട് എ ഫെനറ്റിക്. ഞാനൊരു മതഭ്രാന്തനല്ല. ആത്മീയ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കും. അപ്പോൾ തന്നെ പ്രായോഗിക ജീവിതവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ബൈബിൾ മുഴുവൻ പ്രാക്ടിക്കൽ ലൈഫാണ്. പ്രാക്ടിക്കൽ ലൈഫ്. പൗലോസ് പറയുന്നുണ്ട്, ബോഡിലി എക്സസൈസ് പ്രോഫിറ്റ്സ് ലിറ്റിൽ എന്ന് പറയുമ്പം ബോഡിലി എക്സസൈസ്, ശാരീരിക അഭ്യാസം അല്പം പ്രയോജനം എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം പ്രയോജനം ഇല്ല എന്നല്ല. ശാരീരിക അഭ്യാസം പ്രയോജനമുള്ളതാണ്. പക്ഷേ ആത്മാവിൽ ഉള്ള എക്സസൈസാണ് കൂടുതൽ പ്രയോജനം. കാര്യം ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകം വരെയും പോകുന്നതാണ്. 1-2 കാര്യം ഓർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ വിശ്വാസം പറയുന്നവരുടെ വാക്കുകളെ കേൾക്കാവൂ, നിരാശയുടെ വാക്കുകൾ കേൾക്കുന്നവരെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ദിവസം മുതൽ പറഞ്ഞു വരുന്നത്, ഈ കോവിഡിൻ്റെ സാധ്യത, കോവിഡ് ഇവിടുന്ന് വരുന്നു അവിടുന്ന് വരുന്നു ഉള്ള എല്ലാം കോവിഡ് എന്ന് കേട്ട ഉടനെ അത് ഓൺ ചെയ്ത് കേൾക്കരുത്. നമുക്കറിയാം, ജനറൽ അറിയാം. ബസ്, ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ് us look at Jesus. ശരീരത്തെക്കാളും അകത്തെ മനുഷ്യനാണ് വിലപ്പെട്ടത്. നൗ ദൈവവചനത്തിൽ വായിക്കുകയാണ്. 10-ാമത്തെ വാക്യം, If you keep my commandments, you will abide in my love, just as I have kept my Father commandments, abide in his love. സ്നേഹത്തിൽ നിങ്ങൾ വസിപ്പീൻ. വായിച്ചാൽ നന്നായിരിക്കും. അനി എടുത്തിട്ടുണ്ടെങ്കിൽ 15. 10-ാമത്തെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന മറക്കരുത്. തമ്മിൽ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക. അതാണ് ഈ എന്നിൽ വസിപ്പീൻ. യോഹന്നാൻ്റെ ലേഖനത്തിൽ പോയാൽ 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ, ബൈ ദിസ് വി നോ ദാറ്റ് വി അബൈഡ് ഇൻ ഹിം. ബൈ ദിസ് വി നോ. 12 മുതൽ വായിച്ചു. No one has seen. വായിച്ചു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ. നമ്മൾ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുന്നത്, അന്യോന്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സ്നേഹിക്കണം, മറ്റു മനുഷ്യരെ സ്നേഹിക്കും. ഐ എം ടോക്കിംഗ് ഓഫ് എ ഹയർ സ്പിരിച്വൽ ലൈഫ്. 1 യോഹന്നാൻ 4:12 ഞാൻ പറയുന്നത്. 1 യോഹന്നാൻ 4:12 വായിച്ചു.
13. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് നാം പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ, തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അത് അറിയുന്നു. ഇവിടെ ഒരു വളരെ വീണ്ടും ജനിക്കുമ്പം നമ്മളെ വീണ്ടും ജനിപ്പിക്കുക മാത്രമല്ല, തൻ്റെ ആത്മാവിനെയും കൂടെ നമ്മുടെ അകത്ത് തന്നു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. വീണ്ടും ജനിച്ച ഇന്ന് പലരും ഇന്നും വിളിക്കുന്നത് ദൈവമേ എന്നാണ്, ദൈവമേ. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ തൻ്റെ അകത്ത് യേശുവിൻ്റെ ആത്മാവ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മിറക്കിൾ ഓഫ് മിറക്കിൾസ്, ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ അത്ഭുതമാണ്. 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. And because you are sons, God has sent forth the Spirit of His Son into your hearts, that will cry out, Abba, Father. വായിച്ചു. അപ്പം നമ്മളെ വീണ്ടും ജനിപ്പിക്കുക മാത്രമല്ല, സ്വപുത്രത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ യേശുവിൻ്റെ അകത്തിരുന്ന ജീവൻ നമ്മുടെ അകത്ത് തന്നു. അതുകൊണ്ടാണ് നമുക്ക് അബ്ബാ പിതാവേ. ഇന്നും പ്രാർത്ഥിക്കുന്ന പലരും, രക്ഷിക്കപ്പെട്ടവർ പോലും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം, സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹം തന്നെ നാം പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അബ്ബാ പിതാവേ, അബ്ബാ അബ്ബാ. അതുകൊണ്ടാണല്ലോ യേശു തന്നെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചത്, ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ ബന്ധം, ആ റിലേഷൻഷിപ്പ് വീണ്ടും ജനിച്ചവരെ പറ്റത്തുള്ളൂ. ഓർത്ത് നോക്കിക്കേ, വേറെ ആരും ഒരു വിശുദ്ധന്മാരും, അബ്രഹാം ആയിക്കോട്ടെ, ഏലിയ ആയിക്കോട്ടെ, ഇവരെല്ലാം ദൈവമേ, എൻ്റെ ദൈവം എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വീണ്ടും ജനിച്ചപ്പോൾ സ്വപുത്രത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ജീവൻ, ആ നിത്യജീവൻ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വന്നേക്കായി, നിത്യജീവൻ എന്താണ്? യേശുവിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഹിസ് ലൈഫ്, അതാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഓരോ വാക്കുകളും. ഞാൻ പതുക്കെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് അറിയുന്തോറും ദൈവം, സർവശക്തനായ ദൈവം, അഥവാ എൻ്റെ പിതാവാണ് സർവശക്തനായ ദൈവം. ഈ മുഴുവൻ പ്രപഞ്ചം ഓടിക്കൊണ്ടിരിക്കുന്ന സർവശക്തൻ, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച സർവശക്തൻ എൻ്റെ സ്വന്തം പിതാവ്, ക്രിസ്തു മുഖാന്തരം. അത് മനസ്സിലായി കഴിഞ്ഞാൽ സമാധാനമായിരിക്കും. കാര്യം, എൻ്റെ തലയിലെ ഒരു രോമം പോലും വീഴണമെങ്കിൽ എൻ്റെ പിതാവിൻ്റെ അനുവാദം വേണം. ഇസ്ന്റ് ഇറ്റ് ഗ്ലോറിയസ്? എന്തൊരു സമാധാനമാണ്! ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവർ എൻ്റെ പിതാവായി മാറിയിരിക്കുക, ക്രിസ്തു മുഖാന്തരം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? പുത്രനിൽ ഉണ്ടായിരുന്ന ജീവൻ. അതുകൊണ്ടാണ് നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ജീവനായിരിക്കും നിത്യത വരെയും നമ്മളെ കൊണ്ടുപോകുന്നത്. അന്നും പിതാവേ എന്ന് വിളിക്കാൻ പോകുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും, മറക്കരുത്. ഈ മുമ്പോട്ട് പോകുമ്പോൾ ഈ കൂട്ടായ്മ ബന്ധം എന്തുകൊണ്ടാണ് ദൈവം നമ്മളെക്കാളും നമ്മളെ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പ്രാവശ്യവും ആ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ആ അറകൾ അടച്ചിട്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അറകൾ അടയ്ക്കുകയെന്ന് വെച്ചാൽ കടകെല്ലാം പൂട്ടിയിരിക്കുകയെന്ന്, കഥക് പൂട്ടണമെങ്കിൽ പൂട്ടിക്കണം. പക്ഷെ അല്ലാതെ തന്നെ എവിടെ നിന്നാലും യു ആർ കവേർഡ് with the glory of God. You are in a atmosphere of God. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും you can be alone with God. ഞാൻ നിങ്ങളോടിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യൻ പിതാവുമായിട്ട് കൂട്ടായ്മ തുടർന്നുകൊണ്ടായിരിക്കുന്നു. That is an exercise. യേശുവിൻ്റെ അകത്തുണ്ടായിരുന്ന ജീവൻ എൻ്റെ അകത്ത് വന്നു. ആ ജീവൻ വന്നതുകൊണ്ടാണ് എനിക്കിന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. എങ്ങനെയാണോ യേശു പിതാവേ എന്ന് വിളിച്ചത്, അതുപോലെ ഞാൻ ഇന്ന് പിതാവേ എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് തൊട്ട് താഴെ യോഹന്നാൻ എഴുതി വരുമ്പം അതിൻ്റെ വായിച്ചു 12-13 വായിച്ചു. പുത്രനുള്ളവന് ജീവനുണ്ട്.
ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. നോ, ഇതാണ് ഏറ്റവും ഈ ലോകത്തിലെ, അതായത് ലോകപ്രകാരമായി ചിന്തിക്കുന്ന മനുഷ്യനും ആത്മീയ മനുഷ്യൻ്റെ വ്യത്യാസം എന്താ? ദൈവത്തിൻ്റെ ജീവനാ വ്യത്യാസം. അതാണ് ഈ യോഹന്നാൻ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയാണ്, ദേവർ ലെഡ് ബൈ ദർ ഇമോഷൻ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പരിജ്ഞാനം നമ്മുടെ അകത്തുണ്ട്. കാരണം എന്താ? താഴെ വായിക്കുമ്പോൾ മനസ്സിലാകും. വായിച്ചു. ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അറിവില്ലായ്മ നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ച് പോയവർ ആകയാൽ. നോക്ക്, അവർക്ക് ദൈവത്തിന്റെ ജീവൻ മാറിയത് കൊണ്ടാണ് അത്യാഗ്രഹവും അശുദ്ധിയിലേക്കൊക്കെ അവർ പോകുന്നത്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിത്യജീവനം. നോക്ക്, ഇറ്റ് ഈസ് സോ ഗ്ലോറിയസ്, ഇസ്ന്റ് ഇറ്റ്? അകത്തിരിക്കുന്ന നിത്യജീവൻ ആണ്. അതിൻ്റെ 18-ാം വാക്യം പറയാം, ഇറ്റ് വിൽ റെസിസ്റ്റ് ദ ഡെവിൾ. നമ്മുടെ അകത്തിരിക്കുന്ന ജീവൻ എപ്പോഴും തിന്മയെ എതിർക്കുന്നതാ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ദൈവത്തിൻ്റെ ജീവൻ 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ഹി ഹു ഹാസ് ദ സൺ ഹാസ് ലൈഫ്, ഹി ഹു ഡസ് നോട്ട് ഹാവ് ദ സൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് ഹാവ് ലൈഫ്. പുത്രനുള്ളവന് ജീവനുണ്ട്, ഇല്ലാത്തവന് ജീവനില്ല. എന്നിട്ട് പറയാണ്, ഇനി വളരെ ശ്രദ്ധിച്ചോണം, ഓരോ വാക്ക് പെറുക്കി വായിക്കാൻ പോകുന്ന. ഇനി ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. നോക്ക്, ദൈവപുത്രന്റെ നാമത്തിൽ, അതാ ഒരു കൽപ്പന. അന്യോന്യം സ്നേഹിക്കണം, 2-ാമത്തെ കൽപ്പന. 2 കൽപ്പനയേ ഉള്ളൂ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. ഇത് മുഴുവൻ എഴുതിയിരിക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയാനാ. പലപ്പോഴും നമുക്ക് ഭയം, വ്യാകുലത ഒക്കെ വരുന്നത് എന്തിനാ? അയ്യോ, ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്നെ ശിക്ഷിക്കുകയാണോ? ഇല്ല പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശുവിൻ്റെ ജീവനാണ് നമ്മളിൽ ഇരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദീസ് തിങ്സ് ഐ ഹാവ് റിട്ടൺ ടു യു ഹു ബിലീവ് ഇൻ ദ നെയിം ഓഫ് ദ സൺ ഓഫ് ഗോഡ്, ദാറ്റ് യു മേ നോ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദാറ്റ് ഇൻറ്റിമസി, അകത്ത് അത്ര ഉറപ്പ്, tangible presence, tangible life of God inside of me. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു സെഷൻ പറഞ്ഞല്ലോ, ഈ കർത്താവുമായിട്ട് ചേരുന്നവൻ ഏകാത്മാവാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്നത്. എന്നാ പറയുന്നത്, എൻ്റെ ഒരു അവയത്തെ എടുത്ത് കളയാൻ പറ്റത്തില്ല. കർത്താവ് ശിരസും ഞാൻ കർത്താവിൻ്റെ ശരീരവുമാണ്, ഇൻസെപ്പറബിളായി കഴിഞ്ഞിരിക്കുക. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും ഇതിൻ്റെ വസ്തുത അല്ലെങ്കിൽ കർത്താവുമായിട്ട് വ്യക്തിപരമായ കൂട്ടായ്മ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പേര് രക്ഷിക്കപ്പെട്ടവരാ, പക്ഷേ ആത്മീയരല്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായം, ഇത് കഴിഞ്ഞ ദിവസം തോമസ് കുട്ടി ബ്രദർ ഒരു ക്ലാസ്സിൽ എടുത്ത ഒരു ഭാഗമാണ്. എന്നാൽ നോക്ക്, ഇവിടെ കൊരിന്ത്യ സഭയെന്ന് പറയുന്നത് കൃപാവരത്തിൽ ജ്വലിച്ചവരാണ്. ഞാൻ ഊന്നൽ തന്ന് പറയാം, കൃപാവരം കണ്ടാൽ ഒരാളുടെ ആത്മീയ നിലവാരം മനസ്സിലാക്കാൻ പറ്റത്തില്ല. കൃപാവരം അല്ല ഇത് ആത്മീയനാണോ അല്ലയോ എന്നറിയുന്നത്. അയാൾ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനായിരിക്കാം, പ്രവചിക്കുന്നവനായിരിക്കാം, നല്ല മെസ്സേജ് പറയുന്നവരായിരിക്കാം. ദാറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ ഹിസ് സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഞാനിപ്പം പറഞ്ഞുതരാം. ആൻഡ് ദാറ്റ് ഈസ് വെയർ വി ആർ ലീഡിങ് ടു. നമുക്ക് നമ്മളെ തന്നെ ഒരു അസസ്മെൻറ്റ്, ഈ അതുകൊണ്ടാണ് വചനത്തെ കണ്ണാടി എന്ന് പറയുന്നത്.
ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും നമ്മുടെ ആത്മീയ നിലവാരം എന്താണ്. നമ്മൾ ഒരിക്കലും, അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നത് മറ്റുള്ളവരുമായിട്ട്, ഈ 2 കൊരിന്ത്യർ 10:11-12 പറയാണ്, മറ്റുള്ളവരെ തട്ടി നിങ്ങളുടെ വിശ്വാസം നോക്കരുത്. 2 Corinthians 10:12 For we dare not class ourselves or compare ourselves with those who commend themselves, but they measuring themselves by themselves and comparing themselves among themselves are not wise. അന്റെ മലയാളം എങ്ങനെയാണ്? ഞങ്ങളെ തന്നെ ചേർത്ത് തിരിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചുള്ളവരല്ല. എൻ്റെ മൂല ഭാഷയിൽ ദേ ആർ ഫൂളിഷ് എന്ന് പറഞ്ഞാൽ എന്നാ, ആ വിശ്വാസിയെക്കാളും ഞാൻ നല്ലവനാണ്. നോക്ക്, നമ്മുടെ സ്പിരിച്വൽ സ്കെയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ തട്ടി നോക്കേണ്ടത് മറ്റേ ആളെക്കാളും എനിക്ക് കൂടുതൽ കൃപാവരമുണ്ട്, ഞാൻ കൂടുതൽ ഷാർപ്പ് പ്രോഫസി പറയുന്നു, അതിനകത്തല്ല. നമ്മുടെ നോട്ടം വിശ്വാസത്തിൻ്റെ നായകനും സകലതും പൂർത്തി വരുത്തുന്നതുമായ യേശുവില. നമുക്ക് ഓട്ടം പൂർത്തീകരിക്കണം. പൂർത്തി വരിച്ചവൻ്റെ പിന്നാലെ നടന്നാലേ നമുക്കും വി ക്യാൻ ഓൾസോ ഫിനിഷ് ഇറ്റ്, പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മറ്റ് ആൾ ഇന്നത് ചെയ്തു, അയാളെക്കാളും നല്ലതാ ഞാൻ, വേണ്ട. നമ്മുടെ സ്കെയിൽ ലെവൽ യേശുവായിട്ട് വേണം നോക്കാൻ. പലപ്പോഴും നമ്മൾ ആശ്വസിക്കുന്നത് എങ്ങനെയാണ്? അയാളെക്കാളും ഏതായാലും ഞാൻ നല്ലതാണ്. അല്ലല്ല, നല്ലവനോ ചീത്തവനല്ല ഇതിനകത്ത് വിഷയം. ആത്മീയമായി വളരണം. ഈ കൊരിന്ത്യ സഭ അതുകൊണ്ട് കൊരിന്ത്യ സഭയ്ക്കകത്ത് കൃപാവരത്തെക്കുറിച്ച് പറയുന്നത്, അവർ കൃപാവരത്തിനകത്ത് വളരെ ശക്തന്മാരായിരുന്നു. ഗിഫ്റ്റ്സ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റിനെ 3ആയിട്ട് വിഭജിക്കാം. ആ 3 ഗിഫ്റ്റ് ഓഫ് പവർ, ഗിഫ്റ്റ് വോക്കൽ ഗിഫ്റ്റ്സ് ഓഫ് മിറക്കിൾസ്, ഇതിനകത്തൊക്കെ വളരെ ശക്തന്മാരായിരുന്നു. പക്ഷെ അവരെക്കുറിച്ച് പൗലോസ് പറയാണ്, 3-ാം അധ്യായം 1-ാം വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായം. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ ആത്മീയന്മാരെ എന്ന പോലെ അഭിസംബോധിച്ച്, നിങ്ങളെ ജഡികന്മാരെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരെ പോലെ നോ ബേബീസ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു കൊച്ചു കുഞ്ഞിനെ, വീണ്ടും ജനിച്ച ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് തന്നെ കൊതി വന്നു. ആ സ്നേഹം, നമ്മളും സ്നേഹത്തിലല്ലേ തുടങ്ങിയത്, പക്ഷെ എവിടെയോ ആ സ്നേഹം കുറഞ്ഞില്ലേ? മറ്റേത് ഇങ്ങനെ തുള്ളുമായിരുന്നു സന്തോഷം അല്ലേ? പക്ഷെ എവിടെയോ എന്തോ മാറി. അതിനാ ഇന്ന് ദിവസങ്ങളിൽ ഈ 40 ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം മാനസാന്തരമാണ്. നമ്മളിതൊരു രൂപാന്തരം ഉണ്ടാകണം. അവിടെയാ ദൈവം മിനുക്കുന്നത് നമ്മളെ. ഈ വർഷത്തെ ദൂത് മറക്കല്ല്, നമ്മളെ അകത്ത് മിനുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ഇരുത്തിയിരിക്കുന്നത് എന്തിനാ? എഴുന്നേൽക്കാനായിട്ടാണ്. ശക്തനായി തിളങ്ങുന്ന അമ്പുകളായിട്ട്, ഷാർപ്പ്. ഒരു ആയുസേ ഉള്ളൂ. ലെറ്റ് us live for Jesus Christ in a proper manner. Now look, ഇവിടെ എഴുതിയിരിക്കുക, ഞാൻ നിങ്ങളോട് ഞാൻ ആത്മീയന്മാരെ, സ്പിരിച്വലായിട്ടായിരുന്നു ആഗ്രഹിച്ചത്, പക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങൾ, ശിശുക്കളായിപ്പോയി. അതാണ് ഈ നമ്മുടെ സൗഖ്യങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, അവിശ്വാസിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തന്നെ. അതുകൊണ്ടാണല്ലോ അവർ കളിയാക്കുന്നത്, പല പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മിമിക് ചെയ്യുന്നത്. അവർക്കത് അറിയത്തില്ല. അതിൻ്റെ കാരണം എന്നാ? വീണ്ടും ജനിക്കാത്തവന് ആത്മീയ കാര്യം അറിയാൻ പറ്റത്തില്ല. അവർക്കിതെല്ലാം തട്ടിപ്പും കളിപ്പീരുക. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർ തട്ടിപ്പുകാരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു റിയാക്ഷൻ ഇല്ലാത്ത കാര്യം, ഞാൻ ഇത് മുഴുവൻ തട്ടിപ്പും കളിപ്പീരാന്ന് പറഞ്ഞു നടന്ന ആളാണ്. കാര്യം ഞാൻ കണ്ടതൊക്കെ
ഒരു സമയത്ത് ഹല്ലേലൂയാ സ്തോത്രം സ്തോത്രം എന്ന് പറയും കേൾക്കാം. അവിടെ നിന്ന് ഇറങ്ങുമ്പം വഴക്കുണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. ഇത്ര 2 മിനിറ്റ് മുമ്പേ സ്തോത്രം പറഞ്ഞ ആളാണോ ഇത് നിൽക്കുന്നതെന്ന്. ഞാനെപ്പോഴും വിശ്വാസികളെ കളിയാക്കുക. ഇത് കഴിഞ്ഞ് പരസ്യയോഗം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നുകൊണ്ട് പരസ്യയോഗം കഴിഞ്ഞാൽ പിന്നെ അവരുടെ സംസാരം കേൾക്കും. ഞാൻ ഓർക്കുന്നു, ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്ത ആളാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാഞ്ഞത് ഒരു കാര്യം, എന്തൊക്കെയാണേലും യേശുവിൻ്റെ നാമം ഒരിക്കലും അതിൻ്റെ ശക്തി ഒരു വ്യക്തി കാരണം കുറയാൻ പോകുന്നില്ല. ഹിസ് നെയിം ഇസ് ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. എനിക്ക് ആ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, നീ ഇത്ര നാളും കുറ്റം പറഞ്ഞല്ലോ ഇവരെ, ഇനി നീ കുറ്റമില്ലാത്ത ജീവിച്ച് കാണിച്ചു. ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു, കർത്താവേ ഭയം വരുന്നു. ആ സമയത്ത് കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കൂടെ നടക്ക്. നീ ഇത്ര നാളും കുറ്റം പറഞ്ഞില്ലേ, കുറ്റമില്ലാതെ പൈസയ്ക്ക് വേണ്ടി തന്നെ നടക്കുന്നവർ, ഇതിനു വേണ്ടി നടക്കുന്നൊക്കെ പറഞ്ഞില്ലേ, ഇനി അതൊന്നും ഇല്ലാതെ ഒന്ന് കാണിച്ചേ, എൻ്റെ കൂടെ നടന്നാൽ അത് നടക്കും. ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ശുശ്രൂഷകരോട് ഞാൻ പറയാം, സാമ്പത്തികമായി എല്ലാവരോടും ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു വളഞ്ഞ വഴിക്കും പോകരുത്. സുവിശേഷം ഒരു ആദായ മാർഗമായി എടുക്കരുത്. ഞാൻ ഇതുപോലെ സാമ്പത്തിക വെല്ലുവിളിയിലൂടെ പോയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാമ്പത്തിക. പക്ഷേ ഒരൊറ്റ വ്യക്തിയോടും എന്നെ സഹായിക്കണം, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറയാൻ എൻ്റെ വായ തുറക്കാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവമല്ലേ? യേശു കർത്താവാണോ? ആ യേശു ദൈവമാണോ? അങ്ങനെയാണ് എന്നെ ജയകരമായി നടത്താൻ നന്നായിട്ട് അറിയാം, ബെസ്റ്റായിട്ട് അറിയാം. എൻ്റെ ബുദ്ധിമുട്ട് വേറെ ആരോടും, ഒരു മനുഷ്യനോടും, ഞാൻ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്ത ഒറ്റയാൾ തോമസ് കുട്ടി ബ്രദർ. ഞാൻ തോമസ് കുട്ടി ബ്രദറുമായിട്ട് വാദിക്കായിരുന്നു. തോമസ് കുട്ടി ബ്രദറിനോട് ചോദിക്കായിരുന്നു, എന്നാ കർത്താവ് വിടുവിക്കുന്നത്? തോമസ് കുട്ടി ബ്രദർ പറയുന്നത്, തങ്കു ബ്രദറിൻ്റെ പുറത്ത് വലിയൊരു വിളിയുണ്ട്. ഞാൻ പറഞ്ഞു, ചത്ത് കഴിഞ്ഞിട്ട് എന്നാ വിളിയാണ്, ഇപ്പോഴല്ല എനിക്ക് സഹായം വേണ്ടിയേ എന്നൊക്കെ തോമസ് കുട്ടി ബ്രദറിനോട്. കാര്യം തോമസ് കുട്ടി ബ്രദർ ആത്മീയനും, ഞാൻ ജഡികനും. ഞാൻ വീണ്ടും ജനിച്ചു, പക്ഷെ എൻ്റെ തലയ്ക്കകത്ത് മുഴുവൻ പോകുന്നത് എങ്ങനെ ഇത് മുമ്പോട്ട് പോകുന്നതാണ് ഈ പറയുന്നേ. പക്ഷെ തോമസ് കുട്ടി ബ്രദറുമായിട്ട് എൻ്റെ കടത്തിൻ്റെ ഭീകരതയൊന്നും പറഞ്ഞില്ല കേട്ടോ. എങ്ങനെ ഇത് രക്ഷപ്പെടും എന്ന് മാത്രം ചോദിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, രക്ഷ മനുഷ്യരിൽ നിന്നല്ല, ഇൻ ദ സീക്രട്ട് പ്ലേസ്, അവൻ്റെ സാന്നിധ്യത്തിനകത്താണ് ഇത് മുഴുവൻ ഇരിക്കുന്നത്. നമുക്ക് പലരോടും ദേഷ്യം വരും, അവർക്ക് ഉണ്ടായിട്ട് എന്നെ സഹായിച്ചില്ലല്ലോ. നോട്ടം അവിടെ അല്ലായിരിക്കണം. ഞാൻ എൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചവൻ്റെ കയ്യിൽ നിന്ന്. The source of every goodness of mine is from the Creator who is my Father. ഈ ദിവസങ്ങളിൽ every time you are moving in, I'll tell you, you will stop looking at man. മനുഷ്യനെ ആശ്രയിക്കാനും മനുഷ്യൻ അത്രയേ ഉള്ളൂ. ഞാൻ മനുഷ്യനെ കണ്ടതാണ്. ഇന്ന് നിങ്ങളെ പുകഴ്ത്തുന്നവർ താഴെ താഴ്ത്തും, ഇന്ന് നിങ്ങളെ എതിർക്കുന്നവർ നാളെ നിങ്ങളെ പുകഴ്ത്തും. ഇത് മനുഷ്യൻ. പക്ഷേ മാറാത്ത വെളിച്ചത്തിൻ്റെ പിതാവ്, ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്ത, he is my father through Christ. Now നോക്ക്, ഇവിടെ എഴുതിയിരിക്കുക, പൗലോസ് പറയാം, നിങ്ങൾക്കപ്പം 3 തരത്തിൽ ഒരു അവിശ്വാസി മീറ്റിങ്ങിന് വരുക. അയാൾക്ക് വിശ്വാസമൊന്നുമില്ല, ഇത് കാണാൻ വന്നിരിക്കുക. പക്ഷെ അവിടെ കർത്താവിൻ്റെ സ്നേഹത്താൽ അയാൾ സൗഖ്യമാകും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. അവരെൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവക്കും, അവർ സൗഖ്യമാകും. ഇത് യേശുവിൻ്റെ വാക്കാണ്. ആരാണ് കൈവക്കുന്നത്? വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുന്ന പാസ്റ്ററിനാൽന്നോ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ, വലിയ പാർട്ടികളൊന്നുമില്ല.
വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കയ്യാൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും പറയാം, ഇറ്റ് ഈസ് ആസ് സിമ്പിൾ. ലൈറ്റ് ഇടാൻ അറിയാമോ? ഏതെങ്കിലും പോയോ സ്കൂളിൽ ലൈറ്റ് ഇടാൻ പഠിക്കാൻ? ഇല്ല. കണ്ടു പഠിച്ചു. ആരോ സ്വിച്ച് ഞെക്കിയപ്പോൾ ലൈറ്റ് വന്നു എന്ന് പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കൈവച്ചാൽ അവിടെ രോഗി സൗഖ്യമാക്കും. അവിടെയും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, യേശുവിൻ്റെ നാമത്തിൽ ജഡികമായ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കരുത്. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേറെ ഒരാളുടെ മനസ്സ് മാറാൻ പ്രാർത്ഥിക്കരുത്. കർത്താവ് പെർഫെക്റ്റ് പ്ലാനിലാണ് നമ്മളെ നടത്തുന്നത്. ഭയം വേണ്ട, ഭയപ്പെടേണ്ട. ഞാനാണ് നിൻ്റെ കൂടെ നിൽക്കുന്നത്, ഞാനാണ് നിൻ്റെ. ഭ്രമിച്ച് നോക്കണ്ട. എന്തൊരു വാഗ്ദത്തമാണ് അതൊന്ന് എനിക്കറിയാവുന്നൊരു വാക്കായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്തിരിച്ച ഒരു പടമായിരുന്നു ഇത്. യെശയ്യാ 41 അതിൻ്റെ 10-ാം വാക്യം മുതൽ അനി ഒന്ന് വായിക്കുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും. ഭയപ്പെടേണ്ട, ദൈവമല്ലേ പറഞ്ഞേ. ആദ്യത്തെ നിലയിലുള്ള സൗഖ്യം എങ്ങനെയാണ്? വിശ്വസിക്കുന്നവരാൽ ഈ സൗഖ്യങ്ങൾ നടക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർ പ്രാപിക്കുന്നു. വിശ്വാസിയെക്കുറിച്ചാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ, എൻ്റെ നാമത്തിൽ അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ദാറ്റ് ഈസ് 2. രണ്ടാമത്തേതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ബേബീസ് ഇൻ ക്രൈസ്റ്റ്. 1 കൊരിന്ത്യർ 3:1 വായിച്ച് ഒന്നെന്തായിരുന്നു? ഞാൻ നിങ്ങളെ ശിശുക്കൾ എന്ന പോലെ തന്നെ അത് ജഡികന്മാർ. മോളി ശിശുക്കൾ എന്ന് എഴുതിയിട്ടില്ലേ? ശിശുക്കൾ. ആ ഭാഗം ശിശുക്കളായ, അതായത് വീണ്ടും ജനിച്ചതേ ഉള്ളൂ. ഇപ്പോഴും പഴയ മനസ്സിൽ കിടപ്പുണ്ട്. ചിലര് ചിലപ്പം പരിശുദ്ധാത്മാവിൽ ലേഹാൻസിന് വേണ്ടി നയിക്കപ്പെടും. അപ്പം ഞാൻ ആൾക്കാരോട് പറയും, ഞാൻ കൈവെക്കുമ്പോൾ ചിലപ്പം വീഴാനൊക്കെ തോന്നും, വീഴരുത്. ചിലപ്പം ദിസ് ഇസ് ജസ്റ്റ് ആൻ ആക്ട് വിച്ച് ജീസസ് ഇസ് ആസ്കിങ് മീ ടു ഡു. അപ്പം ലേഹാൻസ് ചെയ്യും. അപ്പം ചിലർ പരാതി പറയും, എൻ്റെ തലയിൽ കൂടുതൽ നേരം കൈവച്ചില്ല. ശിശുവാണ്. തലേ കൈവച്ച് ഒന്നിങ്ങനെ ആട്ടി, കൂടുതൽ പേര് തലേ കൈവച്ചാൽ മുടി പൊഴിയും, അല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. തലയിൽ കൈവെക്കണം. യേശു പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യും. യേശു പറയുമ്പോഴേ ചെയ്യാവുള്ളൂ, പരിശുദ്ധാത്മാ നയിക്കുമ്പോഴേ ചെയ്യാവുള്ളൂ. എന്നാൽ ഒരു ശിശുവിനെ നോക്കിക്കുക. ശിശു, ആദ്യത്തെ ആള് നാച്ചുറൽ മാൻ. തനിക്ക് വിശ്വാസമില്ല, കാണാൻ വന്നിരിക്കുക. ആരോ പറഞ്ഞു ഇവിടെ നിന്ന് സൗഖ്യമാവുന്നു, നോക്കിയേക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ തന്നെ വിശ്വസിക്കുന്ന ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും. നമ്പർ 1. നമ്പർ 2, ബേബി ഇൻ ക്രൈസ്റ്റ്. കൊച്ചു കുഞ്ഞ്. തനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തൻ്റെ മൂപ്പനൊന്ന് വരുന്നതും തൻ്റെ തലയെ കൈവച്ച് ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 5:14. If anyone is sick among you, let him call for the elders of the church. Let him pray over him, anointing him with oil in the name of our Lord. And the prayer of faith will save the sick, and the Lord will raise him up. ഒന്ന് വായിച്ചേ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങളിൽ ദീനമായി കിടക്കുന്ന സഭയുടെ മൂപ്പന്മാരെ. ഇദ്ദേഹം വളർച്ചയില്ലാത്ത ബേബിയാണ്. അവൻ തനിക്ക് ആരെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിക്കണം. തങ്കു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. കാര്യം എന്നാ, തങ്കു ബ്രദർ ഭയങ്കര ആത്മീയനല്ലേ. ദൈവവചനത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ മുഖപക്ഷം ഇല്ല. ഈ പറയുന്ന തങ്കു ബ്രദർ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യനാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന നാമം അസാധാരണ നാമമാണ്.
യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ യു വിൽ ബി bewildered the power that is in his name. ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. നോ ഇവിടെ പറയാം, നിങ്ങളിൽ ദീനമുള്ളവർ എന്ത് ചെയ്യണം? മൂപ്പന്മാരെ വരുത്തട്ടെ. അവരും ചെയ്യുന്നത് എന്താ? യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം അവിടെ ഉപയോഗിച്ച സാധനം എന്താ? യേശുവിൻ്റെ നാമം. പക്ഷെ നോക്ക്, ഇവൻ ദീനമാ, ശിശുവാ. അപ്പം വിശ്വാസം എന്താ? തങ്കു ബ്രദർ വന്ന് എണ്ണയൊക്കെ അങ്ങോട്ട് പൂശി, അപ്പം തൻ്റെ ഫെയ്ത്ത് വർദ്ധിക്കുക, വിശ്വാസം. അതുകൊണ്ട് അടുത്ത വചനം താഴോട്ട് വായിച്ചു. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിച്ചത് മൂപ്പനല്ല. യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായോ? ഇത് ശിശുവാ. എന്താ? തങ്കു ബ്രദർ അങ്ങോട്ട് വന്നാൽ, എന്നാ ഒരു കൊച്ചു കുഞ്ഞു പോലും യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ അത്ഭുതമുണ്ട്. യേശുവിൻ്റെ നാമത്തിൻ്റെ പവർ അത് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഈയൊക്കെ അങ്ങനെയല്ല. മൂപ്പൻ വന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നത് ഭയങ്കര പവർഫുള്ളാണ്, ഒരു സംശയം വേണ്ട. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മോന് നന്നായിട്ട്, യൗവനക്കാരൻ നന്നായിട്ട് ഒരു വിശ്വാസത്തിൽ വളരെ പ്രതികൂലത്തിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നവർ. വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതിസന്ധികളുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ ഈ മോൻ്റെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടു. ഓർത്ത് നോക്കിക്കേ. അപ്പം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നാ പറയും? വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു. ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരുടെ കൂട്ടർക്കൊന്നും ഒരു കുഴപ്പവും വരുത്തില്ല. വി ആർ ഇൻ ദിസ് വേൾഡ്. അതല്ലേ യേശു പറഞ്ഞത്? വൻമഴ പെയ്തു, കാറ്റടിച്ചു. 2 കൂട്ടരുണ്ട്. ഒന്ന് മണൽമേലാണ് പണിതിരിക്കുന്നത്, ഒരു സ്ഥിരതയില്ല. ഒരു ചെറിയ ഇത് അടിച്ചാൽ മതി, താഴെ പോകും. പക്ഷെ പാറയിന്മേൽ പണിതിരിക്കുന്നവനാണ് വിശ്വാസി. ക്രിസ്തുവിൻ്റെ വചനത്തിൽ എന്നാ മഴ വന്നാലും കുലുങ്ങത്തില്ല. കാരണം എന്താ? നിത്യജീവൻ വന്നിരിക്കുകയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ നിത്യത ഉറപ്പായിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ലോകത്തിൻ്റെ പ്രത്യാശ നാളെ കരോണ മാറി ബിസിനസ് നന്നാവുന്ന. നിങ്ങളുടെയും എൻ്റെ പ്രത്യാശ ഇത് കാണുമ്പോൾ ഇതിനേക്കാളും ശ്രേഷ്ഠമേറിയത് എന്തോ, ഇതിങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം സ്പിരിച്വൽ റെൽമിലായിരിക്കും. ഈ കുടുംബം വളരെയധികം ഭാരപ്പെട്ടു. ഞാനും അനിയും കൂടെ ആ വീട്ടിൽ ചെന്നു. മർക്കോസ് സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലുണ്ട്, ശിഷ്യന്മാർ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അത്ര ഇന്നത്തെ വി ആർ നോട്ട് ദാറ്റ് മച്ച് ഇൻറ്റു എന്നാ പറയേണ്ടത്, സഭയും അത്രയൊന്നും ആയിട്ടില്ല. വി ആർ ജസ്റ്റ് ഗ്രോയിങ്. പക്ഷേ ഈ വചനം ഞാൻ എടുത്തു. മർക്കോസ് സുവിശേഷത്തിൽ ശിഷ്യന്മാർ പോയി എണ്ണ പൂശി പ്രാർത്ഥിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, കുറച്ച് എണ്ണ കിട്ടിക്കൊള്ളാം, പ്രാർത്ഥിക്കാം. ആ CMC വെല്ലൂരിലാണ് ഈ മോന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ മുഖാന്തരമായിട്ട് അവർക്ക് കണ്ടുപിടിച്ചു ഒരു പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. എഴുതിയിരിക്കുന്നത് കാണാൻ മേല, ഡബിൾ വിഷന, ഒത്തിരി പ്രതിസന്ധി. എണ്ണ പൂശി പ്രാർത്ഥിച്ച സെക്കൻഡിൽ ആ മകൻ്റെ കണ്ണ് കാണാൻ തുടങ്ങി. കണ്ണ് കണ്ടു. അവർ തിരിച്ച് വെല്ലൂരിൽ പോയി കാണാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ തന്നോട് പറഞ്ഞു, എന്നെ ഓപ്പറേഷൻ പേടിയായിട്ടാണോ പറയുന്നത്. അവർ MRI എടുത്തപ്പോൾ അവർ തന്നെ വിസ്മയിച്ചു പോയി. പുതിയ കണ്ണ് സൃഷ്ടിക്കപ്പെട്ടു. 2 MRI അന്ന് എൻ്റെ കൈ കൊണ്ട് അവർ തന്നായിരുന്നു. 2 MRI. ഒന്ന് കറുത്ത 2 സ്പോട്ട്, ബ്ലൈൻഡ്. രണ്ടാമത്തെ MRI വൈറ്റ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്ന ഒരു പഠന കേസ് തന്നെയായിരുന്നു. അന്ന് മനോരമയിൽ അത് പരസ്യം ചെയ്തതിനെ മനോരമക്കാർ ഞങ്ങളെ മനോരമ പത്രത്തിലെ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടവരെ തന്നെ പ്രയാസപ്പെടുത്തി. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒന്നും ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ പവറുണ്ട്. പക്ഷേ ഈ ശിശുവിന് വേണ്ടി എന്നാ വേണം? എണ്ണ പൂശി മൂപ്പൻ വന്ന് തലേ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തനിക്കൊരു ഒരു 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 വിശ്വാസം വർദ്ധിച്ചു.
പക്ഷെ നോക്കിക്ക് അവിടെ എങ്ങനെയാണ് സൗഖ്യമായത്? കർത്താവിൻ്റെ നാമത്തിലും വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയിലും. ഇതാണ് ഒരു ശൈശവ വിശ്വാസം. മൂന്നാമത്തെ ഒരു കാര്യം മച്വർ വിശ്വാസം. ആ മച്വർ വിശ്വാസിയുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? തങ്കുബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ? ഇല്ല, ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ കൈവേദന മാറട്ടെ. ബസ് ഹി ബിലീവ്സ്. കാര്യം എന്താ? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കും. ദൈവസന്നിധിയിൽ നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ്യസ്നെസ്, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ക്രിസ്തു മുഖാന്തരം എനിക്ക് റൈറ്റ് സ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദാരിദ്ര്യം, ഈ കാണുന്ന രോഗം എൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന അതാ മെച്വർ ബിലീവർ. അങ്ങോട്ടാ ഈ കർത്താവുമായിട്ട് വ്യക്തിപരമായി കൂട്ടായ്മയിൽ വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ല, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് വന്ന് അപ്പൻ്റെ അടുത്ത് പോയെന്ന് പറയാം, പപ്പ എനിക്ക് എഞ്ചിനീയർ ആകണം. ഉടനെ പപ്പ എന്നാ പറയും? ശരി മോനെ, നാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കാമെന്നാണോ പറയുന്നത്? അല്ല, നീ ഒന്നും ഒരു 2, 3, 5 കുറച്ചൊക്കെ നീ കണക്ക് പഠിക്കുക. നീ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ചെയ്യാം അല്ലേ? ഇന്ന് നമ്മുടെ ഇടയിൽ അത് വി ആർ ജസ്റ്റ് ലിവിങ് ഇൻ എ ഡ്രീം വേൾഡ് വിതൗട്ട് ദ ABC ഓഫ് ദ ഗോസ്പിൾ. ഇത് കർത്താവ് വെളിപ്പെടുത്തണം, നമുക്ക് മനസ്സിലാകണം. നമ്മൾ ആ പവർ ഹൗസ് ഓഫ് ഗോഡ്. ഭൂമിയിൽ ഇന്ന് ദൈവത്തിന് പകരക്കാരനായി നിങ്ങളും ഞാനും നിൽക്കുന്നത്. ഒരു കൊടുങ്കാറ്റും എന്ത് വന്നാലും ശരി കുലുങ്ങാത്ത പാറയിന്മേൽ പണിതിരിക്കുന്ന ഭവനം പോലെ. സോ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ദാരിദ്ര്യം, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട്, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട്. നൗ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന, കർത്താവെ എന്നെ വിടുവിക്കണമെന്ന്. കർത്താവിൽ എന്നെ നടത്തിയ, അല്ലെങ്കിൽ രക്ഷയിലേക്ക് എന്നെ നടത്തിയ ആമോസ് സിംഗ് പാസ്റ്റർ താൻ കോട്ടയത്ത് വന്ന് ശുശ്രൂഷിച്ചപ്പോഴാണല്ലോ എൻ്റെ സൗഖ്യത്തിലേക്ക് ഞാൻ നടത്തപ്പെട്ടെ. യേശുവിനെ രക്ഷിക്കപ്പെടാൻ കാരണം ആമോസ് സിംഗ്. തൻ്റെ മെസ്സേജ് മലയാളത്തിൽ തർജിമ ചെയ്യാൻ വന്നത് ഡൽഹിയിൽ നിന്നുള്ള തോമസ് ജോർജ് പാസ്റ്റർ. തോമസ് ജോർജ് ആമോസ് സിംഗ് കാരണമാണ് ഞാൻ ഇത് പറയുന്നത്. വളരെ ശക്തമായി നമ്മുടെ ഹെവൻലി ഫീസ്റ്റിനകത്ത് എപ്പോഴും പ്രാർത്ഥിക്കാൻ ആൾക്കാർ വന്നാൽ 2 പ്രാവശ്യം എൻ്റെ ഇടയ്ക്ക് വരും, 3ാമത്തെ പ്രാവശ്യം വരത്തില്ല. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ യേശു എവിടെ പോയി? പിന്നെ നിങ്ങൾ എന്തിനാ തങ്കു ബ്രദറെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ നാവിൽ യേശു ഇല്ലേ? നിങ്ങൾ ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നില്ലേ? നിങ്ങളുടെ വായിലാണ് വിടുതലിരിക്കുന്നത്. ആ ധൈര്യം ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും, ഹെവൻലി ഫീസ്റ്റ് സഭയ്ക്കകത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം, അവരുടെ വായിന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞ ഭൂതങ്ങൾ അലറിയോടും. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് പലർക്കും അത്ഭുതമായി ഹെവൻലി ഫീസ്റ്റ് ലോകവ്യാപിപ്പിക്കുന്ന, ലോകത്തിൽ ഒരൊറ്റ രാജ്യമില്ല ഹെവൻലി ഫീസ്റ്റ് ഇല്ലാത്തത്. എങ്ങനെ ഇത് സംഭവിച്ചു? എങ്ങനെ ഇതിൻ്റെ ഗ്രോത്ത്? വളരെ സിമ്പിളാണ്. ഞാൻ ആരോടും എൻ്റെ പുറകെ വരാൻ പറഞ്ഞില്ല, അവരിലുള്ള ക്രിസ്തുവിനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പലരും എന്നോട്, പാസ്റ്റർമാർ എന്നോട് പറഞ്ഞു, ഇതൊക്കെ പഠിപ്പിക്കുന്ന അപകടമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൈക്കകത്ത് അവർ നിൽക്കണം. എൻ്റെ കൈക്കകത്ത് ആരും നിൽക്കേണ്ട, കർത്താവിൻ്റെ കൈക്കകത്ത് അവർ നിൽക്കണം. അവർ ഉറപ്പുണ്ടായിരിക്കണം. സോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇന്ന് സഭായോഗം കൂടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു പ്രയാസം, ആ കൂട്ടായ്മയുടെ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടെന്നല്ലാതെ കർത്താവുമായിട്ടുള്ള ബന്ധം അവരുടെ മുറുകിക്കൊണ്ടായിരിക്കുന്നു. നൗ യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വാസം. അപ്പം തോമസ് ജോർജിനോട് ഞാൻ പറഞ്ഞു, തോമസ് ജോർജ് പാസ്റ്ററെ, അപ്പോൾ ഒരു ദിവസം ആമോസ് സിംഗിനെ ഞാൻ വിളിച്ചു, ഫോണിൽ വിളിച്ചു. ആമോസ് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഉടനെ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഹേ പിതാ പരമേശ്വർ, ഹം ആപ്കാ ധന്യവാദ് ദേത്തെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അഗ്നി അങ്ങോട്ട് ഇറക്കി. ഒരു 3 പ്രാവശ്യം അഗ്നി ഇറക്കി കഴിഞ്ഞപ്പം 4ാം പ്രാവശ്യം എന്നോട് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ നിൻ്റെ വേലക്കാരന് ഫോൺ വെക്കാൻ പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ പേടിച്ചു. ഞാൻ ആകെപ്പാടെ കുഞ്ഞു വിശ്വാസി, ഒരു പ്രാർത്ഥനയ്ക്കല്ലേ വിളിച്ചേ, പാസ്റ്ററെ അല്ലേ വിളിച്ചേ. വഴക്ക് കേട്ടു. ഞാൻ ആ ഫോൺ അങ്ങ് വെച്ചു. അന്ന് നമ്മുടെ കറക്കുന്ന ഫോണാണ്. ഞാൻ വിഷയം വിട്ട് മാറുന്നുമില്ല.
ആ വിഷയം മാറാതിരിക്കും എന്നാ ചെയ്യണം? ഞാനങ്ങ് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ വിടുവിക്കണേ. അപ്പം ചിലർ എന്നോട് പറഞ്ഞു, ആദ്യത്തേതിൽ അവൻ കയ്യിലെടുക്കും, പപ്പടം പോലെ പൊടിക്കും. അതുകൂടെ കേട്ടപ്പോൾ മൊത്തം പൊടിഞ്ഞ് നിൽക്കുക. ആ കൂട്ടത്തിൽ ഇനി എന്നാ പൊടിയാനാ? തകർന്നിരിക്കുക. അവൻ പറയുന്ന ദൈവം ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ പലപ്പോഴും പലരുടെ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് അടുക്കുന്തോറും കഷ്ടത കൂടുമെന്ന്. ഇത് എവിടെ നിന്ന് വന്ന നുണയാന്ന് എനിക്കറിഞ്ഞില്ല. ദൈവത്തോട് അടുക്കുന്തോറും മഹാസന്തോഷമാണ്. ഇതുപോലൊരു ജീവിതമില്ല പ്രിയമുള്ളവർ. യേശുവുമായിട്ട് അടുക്കുന്തോറും മഹാസന്തോഷമാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്. നമ്മൾ വേറെ ആളുടെ വിശ്വാസത്തിൽ ഏണി ചാരിഞ്ഞ് നമ്മുടെ ജീവിതം നയിക്കുക. ഹിച്ച് ഹൈക്കേഴ്സ് എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, സ്വന്തം വണ്ടി ഒരിക്കലും വാങ്ങിക്കത്തില്ല. രാവിലെ ഇറങ്ങി ഏതെങ്കിലും വണ്ടിക്കാരനെ കൈ കാണിച്ച് അതിനകത്ത് കയറി പോകുന്നയാൾ ഹിച്ച് ഹൈക്കേഴ്സ്. വേറെ ആരുടെയെങ്കിലും വിശ്വാസത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നോക്കുക. ആളില്ലെങ്കിലും എന്നെ ചെയ്യും? കുഴയും. ആമോസ് സിംഗ് ഫോൺ താത്ത് വെച്ചു. എനിക്ക് സങ്കടം വന്നു. എൻ്റെ വിഷയം ഒട്ടും മാറുന്നുമില്ല. ഞാൻ തോമസ് ജോർജിനെ വിളിച്ചു. തോമസ് ജോർജ് പാസ്റ്ററെ, പ്രാർത്ഥിക്കണേ. അദ്ദേഹം പറഞ്ഞ 2 ഉപദേശം, ആ 2 ഉപദേശത്തിൽ ഒരു ഉപദേശം ഞാൻ എടുത്തു, 2ാം ഉപദേശം എടുത്തില്ല. ഒരു ഉപദേശം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ദാരിദ്ര്യം ആരാണ് തന്നത്? ഞാൻ ചോദിച്ചു, ദാരിദ്ര്യം തന്നു? ഞാൻ ആലോചിച്ചു, അത് കർത്താവ് ശോധന ചെയ്യാൻ. ഇന്ന് ഞാൻ പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ മക്കളെ നന്നാക്കാൻ കൊട്ടേഷൻ കൊടുക്കൂ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ മക്കളെ നന്നാക്കാൻ കൊട്ടേഷൻ കൊടുക്കും. അവൻ്റെ കൈയും കാലും വെട്ടിക്കളയണം, അവനെ ഇടിച്ച് ശരിയാക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ മക്കൾ നമ്മളോട് വഴക്കുണ്ടാക്കിയാൽ പോലും വേറെ ആരെങ്കിലും മക്കളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ മക്കളാണ്. നമ്മളെക്കാളും എത്ര നല്ലതാ സ്വർഗത്തിലെ പിതാവ്. സ്വർഗത്തിലെ പിതാവ് നമ്മളെ വിശ്വാസം ശോധന ചെയ്യാൻ പിശാചിനോട് പറയോ, പിശാചെ ചെല്ല്. ഉടനെ നമ്മൾ പറയുന്ന ആരെക്കുറിച്ചാണെന്നറിയോ? ഇയ്യോബിനെ കുറിച്ചാണ്. ഇയ്യോബ് നിന്നെ പുകഴ്ത്തുന്നത് നീ നന്മ ചെയ്യുന്നത് കൊണ്ടാണെന്ന് പിശാച് സ്വർഗത്തിൽ പോയി ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ പോയി പരീക്ഷിച്ച് നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്ന് ഇയ്യോബ് തൻ്റെ കഷ്ടതയെ വെറുത്തു, ദൈവത്തെ സ്നേഹിച്ചു. എന്ന് താൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നിലും ഞാനും ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഒരു മധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ ഈ ദോഷങ്ങളൊന്നും എനിക്ക് വരുത്തില്ലായിരുന്നു. മധ്യസ്ഥൻ. ഇന്ന് പ്രിയമുള്ളവരെ, നമുക്കും പിതാവാം ദൈവത്തിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥനുണ്ട്, യേശു. ഈ പറയുന്ന പിശാചിനെ എന്നേക്കുമായി സ്വർഗത്തിൽ നിറക്കി വിട്ടത്. ഇനി നിങ്ങളുടെ അടുക്കൽ പോലും വരാൻ പറ്റത്തില്ല. ദോഷം, ദുഷ്ടൻ ഓരോന്ന് ചെയ്യുമ്പോൾ ദൈവമല്ല ഇതിൻ്റെ ഓഥർ. അധികാരമെടുക്കണം. ഞാൻ തോമസ് ജോർജിനോട് 2-3 മിനിറ്റ് ഞാൻ സ്റ്റില്ലായിപ്പോയി. ഞാൻ ചിന്തിച്ചു, യേശു പറഞ്ഞല്ലോ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം അധികം. ഞാൻ 2-3 മിനിറ്റ് മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ഇത് പിശാചാണ് ഈ എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പിന്നിൽ ഉള്ള കാരണം. തോമസ് ജോർജിൻ്റെ മറുപടി, പിശാചിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവം അധികാരം തന്നിട്ടില്ലേ യേശുവിൻ്റെ നാമത്തിൽ? ക്ലിക്ക് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ ദാരിദ്ര്യം എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോയിക്കോണം. അധികാരമെടുക്കാൻ തുടങ്ങി. ദാരിദ്ര്യം മാറാൻ തുടങ്ങി. പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, മലയുടെ മുമ്പിൽ കരയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, പറയാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ മലയോട് സംശയിക്കാതെ. അതാ ഒരു വിശ്വാസി. ആ ധൈര്യം വരുന്നത് എവിടുന്ന? കർത്താവുമായിട്ട് വ്യക്തിപരമായൊരു കൂട്ടായ്മയില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, തോമസ് ജോർജിനോട് പറഞ്ഞത്, ഈ കാണുന്ന വെല്ലുവിളികൾ പെട്ടെന്ന് തീരണേ എന്ന് പ്രാർത്ഥിക്കരുത്. ഞാൻ ചോദിച്ചു, ഇവിടെ നേരെ നിൽക്കാൻ മേല, എങ്ങനെയും ഇവിടുന്ന് ഊരിയെടുക്കണമെന്നാണ് നോക്കുന്നത്. ഉടനെ പറയാം, ഇത് നേരത്തെ മാറണമെന്ന് കാര്യം ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നത് ഒരു ബൈബിൾ സ്കൂളും പഠിപ്പിക്കത്തില്ല. അതെനിക്ക് മനസ്സിലായില്ല, അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്കറിയാം. കാരണം ഇതിലൂടെ ഒക്കെ പോയപ്പോൾ ദൈവം നല്ലവനാ, വിശ്വസ്തനാ, കൈവിടാത്തവനാ, ലജ്ജിപ്പിക്കത്തില്ല, എല്ലാം ധൈര്യമായി ഇന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നത് ഇത് കാരണമാണ്. ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നവനാണ്, എല്ലാം ധാരാളമായി അനുഗ്രഹിക്കാൻ തരുന്നവനാണ്. ഐ നോ whom I am preaching. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹം, തൻ്റെ സ്നേഹം. അപ്പം 3 തരത്തിൽ ഉള്ള വിശ്വാസിയാണ്. ഒന്ന് ശിശു, ശിശു, 2 ജഡികൻ, 3 അവിശ്വാസി, നാച്ചുറൽ മാൻ, 2 ശൈശവ വിശ്വാസി, 3 മെച്യൂർ. നൗ സ്പിരിച്വൽ മെച്യൂരിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ആർക്കും പറ്റും. യേശുവിൻ്റെ നാമം പറ്റാൻ, കുറച്ച് മെച്യൂർ ആയി കഴിഞ്ഞാൽ അറിയാം യേശുവിൻ്റെ നാമം. പക്ഷേ യേശുവിൻ്റെ നാമം പ്രസ്താവിക്കുന്ന ആള് സ്പിരിച്വൽ മച്യൂരിറ്റി കാണണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവിടെ 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധിച്ച് വായിക്കാം. 3-ാമത്തെ വാക്യം വായിച്ചു. 1 കൊരിന്ത്യർ 3:3. ഈർച്ചയും പിണക്കവും ഇരിക്കെ. അപ്പൊ ഇവരാരാ? ഇവർ ഓർത്തോളം ചെറിയ പാർട്ടികളല്ല. പ്രവചനവരം, കൃപാവരം, ഭയങ്കര വരം പാർട്ടികളാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ എന്നാ പറയണ്ടേ, they have the gift of the Holy Spirit, but they are not spiritual. ഞാൻ പറയുന്ന സ്പിരിച്വൽ ലെവലിലോട്ട് നീങ്ങാനാ. ഇന്ന് പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവിൻ്റെ പഴയ നിയമത്തിലെ പല കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ അത് കിട്ടണമെന്ന് പറയുന്നത്. അതുണ്ട്, ഇവിടെ സൂപ്പർ നാച്ചുറൽ ഉണ്ട്. പക്ഷേ കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത് കർത്താവിനോളം വളരണമെന്ന്. ഇവിടെ ഇവർ ആത്മീയരാണ്. ആത്മീയെന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരാ, അന്യഭാഷയുണ്ട്. അതുകൊണ്ടാണ് ഇവരോട് പൗലോസ് എഴുതുവാൻ പറയുന്ന ഏറ്റവും വലിയത് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ അളവ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മിൽ സ്നേഹം നിറയും തോറും മനസ്സിലാകും, ഐ എം ഗെറ്റിംഗ് സ്പിരിച്വലി മോർ ആൻഡ് മോർ മെച്യൂർ. ഇവർക്ക് എന്തായിരുന്നു 3-ാമത്തെ വാക്യം? ഈർച്ചയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരാ. ഇവർ ഒരു സഭയ്ക്കകത്ത് ഇസം ഉണ്ടാക്കാൻ നോക്കുക. അവർ അതിനകത്ത് ചിലർ പൗലോസിൻ്റെ പക്ഷക്കാർ, ചിലർ ഈ പക്ഷക്കാർ, ചിലർ ആ പക്ഷെ. ഞാൻ സ്വർഗീയ വിരുന്ന് സഭയിലുള്ളവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇന്ന് വീണ്ടും പറയാം, സ്വർഗീയ വിരുന്ന് സ്പിരിറ്റ് കയറരുത്. അത് നല്ലതല്ല. നമ്മൾ യേശുവിൻ്റെ വകയാണ്. ദൈവമക്കളായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാം വീണ്ടും ജനിച്ച് സ്നാനപ്പെട്ട അതുകൊണ്ട് അല്ലാത്തവരുണ്ട്. ഒരു മറ്റൊരു സഭയിൽ രക്ഷിക്കപ്പെടാത്തൊരു സഭയിൽ പോകുന്ന ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, തങ്കു ബ്രദർ ഞങ്ങളുടെയും കൂടെയാണ്. ഞാൻ പറഞ്ഞു, കറക്റ്റാണ്, നിങ്ങളുടെയും കൂടെയാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ്. ഒരിക്കലും നമ്മുടെ അകത്താ കയറരുത്. ഇവിടെ ഇവർ ആത്മീയരാണ്, പക്ഷെ അതിനകത്ത് ഇസം കൊണ്ടുവരിക. ഞാൻ ഇന്ന പാർട്ടി. പല പാസ്റ്റർമാർക്കും ഇന്ന് പ്രസംഗിക്കാൻ പോലും പേടിയാണ്. കാര്യം തന്നെ മറ്റുള്ളവരെന്നാ പറയും. മറ്റുള്ളവരല്ല നമ്മളെ രക്ഷിച്ചത്, മറ്റുള്ളവരല്ല നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്, വേറെ ആരും അല്ല
നമ്മളെക്ക് വേണ്ടി മരിച്ചത് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. നമുക്കിന്ന് പിശാചിനെ ഭയമായി, യേശുവിന് ഒരു ഭയവുമില്ല. സർവശക്തനായ ദൈവമാണ്, രാജാധിരാജനാണ്, കർത്താധികർത്തനാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം പറയാം, സർവശക്തനായ ദൈവം നമ്മൾ ആ രഹസ്യ അറയിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ മറുപടി വചനത്തിനകത്ത്. ഹി റിപ്ലൈസ് യു ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ ആഗ്രഹം നോക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ദിവസങ്ങളിൽ വചനം നിങ്ങൾ കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. നാളുകൾക്ക് മുമ്പേ ഞാൻ എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുകയും ഞാൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് സഭയ്ക്കകത്തുള്ളവർ. ചിലർക്ക് പറയും, എന്നോട് കർത്താവ് പറഞ്ഞു സഭ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യമില്ല. അവരുടെ നാശം കാണാനല്ല, ഒരിക്കലും ഞാൻ ആരുടെയും നാശം കാണാൻ ആഗ്രഹിക്കുന്നതല്ല. നെവർ. എൻ്റെ ശത്രുക്കൾക്ക് പോലും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. കാര്യം അത്രയേ ഉള്ളൂ മനുഷ്യൻ. അപ്പം നാളുകൾക്ക് മുമ്പ് ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ഒത്തിരി സഹായിക്കുകയും ശുശ്രൂഷയിൽ എനിക്ക് കൈത്താങ് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി സഭയിൽ നിന്ന് പോയി ഒത്തിരി ദോഷം ചെയ്തു. എനിക്ക് അയാളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എന്നോട് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നാൽ ഞാൻ പറയും, വേറെ എന്തെങ്കിലും പറയാനുണ്ടേ പറഞ്ഞോ, ഈ കാര്യം വിട്ടല്ലേ. പക്ഷേ ഇവിടെയാണ് ഇന്നർ ചേംബർ അല്ലെങ്കിൽ സീക്രട്ട്, വ്യക്തിപരമായ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദോഷം. ഗുണമല്ല, ദോഷം. അവിടെ ചെന്ന് ഇരിക്കുമ്പം നമുക്ക് അയ്യേന്ന് തോന്നും. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ എല്ലാവരുടെയും അവനയ്യോ കഷ്ടം, ഇവനയ്യോ കഷ്ടം, അവനയ്യോ കഷ്ടം. പക്ഷെ ഒരിക്കൽ ദൈവത്തെ കണ്ടപ്പോൾ താൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം. നോ, ഞാൻ എല്ലാവരോടും അവർക്ക് പക്ഷെ ഇവരോ ദേഷ്യം. പക്ഷേ ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ ഞാൻ കപടഭക്തിക്കാരനാണുള്ളത്. സ്പിരിറ്റിനകത്ത് ഞാൻ കർത്താവ് സ്നേഹമാണെന്ന് പ്രസംഗിക്കുമ്പോൾ അകത്ത് എന്നിട്ട് നീ എന്നെ സ്നേഹിക്കാത്തെന്ന് ചോദിച്ചു. ഞാൻ ജെറൂസലേമിൽ ലോക സമ്മേളനത്തിൽ പ്രസംഗിക്കുക. അന്ന് എൻ്റെ പ്രസംഗ വിഷയം പത്രോസിൻ്റെ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. എൻ്റെ ആഗ്രഹം ഈ ദിവസങ്ങളിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായി യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണം. യേശു വ്യക്തിപരമായി മുറിയിൽ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. കാണാൻ പറ്റും വെൻ ഹി ഓപ്പൺസ് ദി ഐ. യേശു ഭൂമിയിൽ വരത്തില്ല, ഞാൻ അത് പറഞ്ഞേക്കാം. പക്ഷേ ഹി ക്യാൻ അപ്പിയർ ഇൻ എ വിഷൻ ഓർ എ ഡ്രീം ഓർ എ ട്രാൻസ് വിച്ച് ഇസ് വെരി റിയൽ. യേശുവിന് ഭൂമിയിൽ ഇന്ന് വരാൻ പറ്റത്തില്ല, തൻ്റെ രണ്ടാമത്തെ വരവ് തെറ്റിപ്പോകും. ബട്ട് ദ ഹോളി സ്പിരിറ്റ് വിൽ മേക്ക് ഹിം റിയൽ. ഞാൻ കർത്താവിൻ്റെ സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അകത്ത് ആ മീറ്റിംഗ് കഴിഞ്ഞ് വലിയ സാന്നിധ്യമൊക്കെ, പക്ഷേ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രയാസം. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വെളിയിൽ, അതൊരു മലയുടെ പുറത്താണ്. ആ മലയിൽ യേശു കഴുതപ്പുറത്ത് കയറിയതൊക്കെ അവിടെ നിൽക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക്. നേരെ ദേവാലയം കാണും. ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഇതൊരു കപടഭക്തി പറഞ്ഞ പോലെ ഒരു വാക്ക് സ്നേഹം പറയുന്നു, എന്നാൽ അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, രോഗസൗഖ്യത്തിൽ നീ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമായി നിൽക്കുന്നത്, അതിനേക്കാളും വലിയ എനിക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായി വിടുവിക്കാൻ വഴികൾ തുറക്കാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ സാക്ഷ്യം അതാണല്ലോ. അത്ഭുതത്തിൽ നീ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് കർത്താവ്. എങ്കിൽ നിൻ്റെ അകത്ത് നീ കയ്പ് മാറ്റാൻ എനിക്ക് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു. ഒരു നിമിഷം ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ എൻ്റെ ബലത്തിൽ സ്നേഹിക്കാൻ നോക്കുകയും നടക്കാതിരുന്ന് വെറുക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞാൻ തേടിയില്ല.
അതാ യേശു പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ മലയിൽ നിൽക്കുമ്പോൾ മുഴങ്കാൽ മടക്കി ഞാൻ കരഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ കയ്പ് എൻ്റെ അകത്ത് നിന്ന് അങ്ങ് എടുത്തു കളയാം. ഞാൻ പറയും, ഹോളി സ്പിരിറ്റ് ഇസ് ദ ബെസ്റ്റ് വാക്യൂം ക്ലീനർ. നമുക്ക് ചെല്ലാൻ പറ്റാത്ത അറയിൽ പോലും നമ്മുടെ മനസ്സിനെ നമ്മൾ തുറന്നു കൊടുക്കണം. തീരുമാനം നമ്മുടേതാണ്. വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കും യേശു. തുറക്കാനുള്ള താക്കോൽ, സകല അധികാരമുള്ളവനാണ് യേശു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെ യേശുവുമായിട്ട് ബന്ധമില്ലാത്തവരോട് പറയാം, ഈ കേൾക്കുന്ന വാക്ക് വാതിൽക്കൽ നിന്ന് മുട്ടുക യേശു, അവസരം തരുക യേശു. വിശ്വാസികളോടായിട്ട് ഞാൻ പറയാം, ഇനി ആ ജഡിക വാസം മാറ്റി ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് മാറ്റിക്കളയും പരിശുദ്ധാത്മാവ്. ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പം സ്നേഹം ഒഴുകാൻ തുടങ്ങും. ആ സഹോദരനെ എനിക്കൊന്ന് കാണാൻ പറ്റുവാണെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു സ്നേഹചുംബനം കൊടുക്കും. ഞാൻ കോട്ടയത്ത് വന്നു, മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഈ സഹോദരനെ ഞാൻ കണ്ടപ്പോൾ പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇയാളെ കാണരുത്, ഞാൻ ബില്ല് കൊടുത്ത് അതുവഴി അങ്ങ് പോയായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എന്നെ കൊണ്ട് വിശേഷം ഒന്ന് ചോദിക്കണമെന്ന്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ചമ്മി ഇങ്ങോട്ടും കൊണ്ട് മാറി ഓടുക. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ ഒരു കള്ളനും പോലീസും അല്ല, ഇദ്ദേഹം നടക്കുമ്പോൾ ഇതുവഴി നടക്കും, ഇതുവഴി ഞാൻ നേരെ തിരിഞ്ഞിങ്ങനെ നടന്നിട്ട് കെട്ടി അങ്ങ് പിടിച്ച് ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് വിശേഷം? അദ്ദേഹം കരയാൻ തുടങ്ങി. ഞാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ, തങ്കൂറാറ് എന്നോട് ക്ഷമിക്കണം. അവന് ക്ഷമിച്ചിരിക്കുകയാണല്ലോ. ഞാൻ ആരാ ക്ഷമിക്കുന്നത്? കർത്താവല്ലേ ക്ഷമിക്കുന്നത്. എൻ്റെ അകത്തുനിന്ന് ആ ഭാരം മാറിപ്പോയി. പ്രിയമുള്ള ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ ഇസ് ടു ലീഡ് എ സ്പിരിച്വൽ ലൈഫ്. നമ്മളൊരു മതത്തിൻ്റെ ഭാഗമായതല്ല, ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി മാറിയിരിക്കുകയാണ്. ഒരു വചനം ആദ്യം മുതൽ എൻ്റെ അകത്തുണ്ടായിരുന്നു, അത് നമ്മൾ ചേർന്ന് വായിക്കാൻ പോകുക. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ചിലർ എന്നെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. എന്നെ വ്യക്തിപരമായി അറിയാൻ മേലാത്തവർക്ക് എന്നെ വിമർശിക്കാൻ പറ്റത്തില്ല. കം നിയർ, നോ മീ. ആർഭാടങ്ങളിലും ഒന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സിംപ്ലിസിറ്റി, മീക്ക്നെസ് ഓഫ് ഹാർട്ട്. ദൈവം തന്നത് മുഴുവൻ ഞാൻ അനുഭവിക്കും. അപ്പോൾ തന്നെ സൗമ്യതയുള്ള ഹൃദയം. ഓ വണ്ടർഫുൾ ജീസസ്. വായിച്ചേ 10. ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോടുള്ള വചനമാണ്. ദൈവം നിങ്ങളോട് പറയുന്ന വാക്കാ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാനാ നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അപ്പ് ഹോൾഡ് യു എന്ന് പറഞ്ഞാൽ എന്നാ? വലിയ വെള്ളപ്പൊക്കം വരുമ്പം എൻ്റെ കൈ കൊണ്ട്, നീതിയുള്ള കൈയാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ദോഷം ചെയ്യാത്തൊരു കരം. ആരും വിചാരിക്കരുത് ദൈവം നിങ്ങളെ ശിക്ഷിച്ച് തീർത്ത് കരളെ. നോ, ഹീസ് ലവ്. ദൈവത്തിന് സ്നേഹമേ ഉള്ളൂ. അതാ യേശു വന്നപ്പോൾ പറഞ്ഞ, സാത്താൻ അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും വന്നത്. ദൈവം ഒരിക്കലും സാത്താനെ ഉപയോഗിക്കത്തില്ല നിങ്ങളെയും എന്നെയും നന്നാക്കാൻ. ദൈവം സ്നേഹമാ. സ്നേഹിച്ച് ശ്വാസം മുട്ടിപ്പിച്ച് കളയും. നന്മയുടെ ഐശ്വര്യം നമ്മളെ മാനസാന്തരത്തിലോട്ട് നടത്തും. ദൈവം നന്മയുടെ ഓഥറാണ്. അതാ അവിടെ എഴുതിയിരിക്കുന്നത്, ഐ വിൽ അപ്ഹോൾഡ്. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങും എന്ന് പറഞ്ഞാൽ നിന്നെ ഉയർത്തി പിടിക്കും. നിന്നോട് കോപിച്ചിരിക്കുന്നവർ എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവർ നീ അന്വേഷിക്കും. നീ കാണത്തില്ല അവരെ. കാര്യം അതിനു മുമ്പേ ഞാൻ അത് കൈകാര്യം ചെയ്തോളാം. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട,
ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ഓ ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഐ ക്യാൻ ഫീൽ ജീസസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ ഓഫ് യു. യേശു നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ നിൽക്കുന്ന അനുഭവം. ആ യേശു പറയാം, ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നോക്കണ്ട, ആരും ഇല്ലാത്തവരല്ല നമ്മൾ. നിങ്ങളും ഞാനും കർത്താവിൻ്റെ കൃഷ്ണമണിയാണ്. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ കൃഷ്ണമണിയാണ്. ഹി ലവ്സ് അസ് സോ മച്ച്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാത്രി കേൾക്കുന്നവർ വ്യാകുലപ്പെടരുത്, ഭയപ്പെടരുത്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ മിനുക്കിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നമ്മളാ തീരുമാനിക്കേണ്ടേ മാറ്റം വേണോ വേണ്ടിയോ. മാറ്റം വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. നാൾക്ക് നാൾ നമ്മൾ ആ സാന്നിധ്യം ടാഞ്ചിബിൾ ആയിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും സാന്നിധ്യം തൊടാവുന്ന നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ കർത്താവിൻ്റെ കൂടെ ആ പ്രണയബന്ധത്തിലാകുമ്പോൾ ഒന്ന് സമയം പോകുന്നേ അറിയത്തില്ല. 21 ദിവസം ലോക്ക്ഡൗൺ പോയിട്ട് നിങ്ങൾ പറയും, കർത്താവ് 21 കുറച്ചുകൂടെ കൂട്ടിക്കൂ. എനിക്ക് കൂടെ ഇരിക്കണം, കൂടെ നടക്കണം. ഇറ്റ് വിൽ ബി എ ഗ്ലോറിയസ് ടൈം ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് കൂട്ടായ്മ ആചരിപ്പാൻ തന്ന സാവകാശത്തിനായി സ്തോത്രം. വാസ്തവത്തിൽ കർത്താവെ, ഇന്നൊരു യാഥാർത്ഥ്യമായി അടച്ചിട്ട അനുഭവമാണ്. അറയിൽ കയറി ആ ഭവനങ്ങൾ മുഴുവൻ മഹത്വത്താൽ നിറയട്ടെ. കാണുന്ന ഓരോ ഭവനവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കാണുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ കർത്താവെ ആ കൃപാവരങ്ങളൊക്കെ ജ്വലിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവനാ ഞങ്ങളിലൂടെ വ്യാപരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഹൃദയക്കണ്ണ് പ്രകാശിപ്പിക്കണം എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ദാരിദ്ര്യം കൊണ്ടുവന്ന ദുഷ്ടനോട് മാറുവാൻ കൽപ്പിക്കുകയാണ്. എല്ലാം അസാധ്യതകൾ മാറട്ടെ. അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. സകല നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മണിക്കും രാവിലെ 11 മണിക്ക് തോമസ് കുട്ടി ബ്രദറിൻ്റെ ടീച്ചിങ് ആണ്. മിസ് ചെയ്യരുത്. കർത്താവിൻ്റെ ശരീരത്തിന് ദാനമായി തന്നിരിക്കുന്ന ഒരു അപ്പോസ്തലന്. ഹിസ് ഗിഫ്റ്റ് ഇസ് ടീച്ചിങ്. വണ്ടർഫുൾ ടീച്ചർ. വൈകുന്നേരം നമ്മളൊന്നിച്ച് കുടുംബമായി ടെൽ യുവർ ഫ്രണ്ട്സ്, ടെൽ യുവർ ലവ്ഡ് വൺസ്, അറിയാൻ മേലാത്തവരെയൊക്കെ വിളിച്ചു പറയണം. നിങ്ങൾ മുഖാന്തരമായി വേറെ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ ആ അനുഗ്രഹം കൂടെ നിങ്ങളുടെ പുറത്ത് വരാൻ പോകുന്നു. സോ കോൾ അപ്പ് യുവർ ഫ്രണ്ട്സ്, ടെൽ ദം. ചുമ്മാ ഇരിക്കുമ്പോൾ ട്യൂൺ ഇൻ. രാത്രി ഇന്ത്യൻ ടൈം 8:30 മണിക്ക്. ആൻഡ് നാളെ മിഡിൽ ഈസ്റ്റിലെല്ലാം എല്ലാവരും ഭവനത്തിലാണല്ലോ. ഭവനത്തിൽ തന്നെ ഇരുന്ന സഭായോഗങ്ങൾ കൂടുന്നു. ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്ക് ഹെവൻലി ഫീസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പ്ലാറ്റ്ഫോമിലായിരിക്കും. തോമസ് കുട്ടി ബ്രദറും കാണും, റോണക്കും കാണും. ലൈവായിട്ട് രാവിലെ സഭായോഗം നമ്മുടേത് ഫേസ്ബുക്കിലായിരിക്കും, ആ പ്ലാറ്റ്ഫോമിലായിരിക്കും. ഭവനങ്ങൾ മുഴുവൻ സഭകളായി മാറട്ടെ. ഭവനത്തിനകത്ത് ദൈവം മഹത്വം ഇറങ്ങും. ആ പ്രതീക്ഷയോടെ വേണം വന്നിരിക്കാൻ. രാവിലെ പിന്നെ ലൈവ് ഏതായാലും വാളിലുണ്ടല്ലോ, പിന്നെ കാണാം. അങ്ങനെ ആകരുത്. രാവിലെ സഭായോഗത്തിന് പോകുന്ന പോലെ തന്നെ ഒരു ഒരുക്കത്തോടെ, സഭായോഗത്തിന് എങ്ങനെയൊക്കെ ഒരുങ്ങോ അതുപോലെ ഒരുക്കത്തോടെ പോയി നമുക്കൊന്നിച്ച് സഭായോഗത്തിൽ പങ്കെടുക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അഗെയിൻ ഷാജി ബ്രദർ, താങ്ക് യു. റോയ് ബ്രദറിനെ ഞാൻ ഇന്ന് വിളിക്കാൻ നോക്കിയായിരുന്നു, കിട്ടിയില്ല. ബ്ലെസ് യു അശ്വിൻ, ദിലു, എൽദോസ്, ജോൺ ബ്രദർ, ബ്ലെസ് യു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ്, ഈ ഫെലോഷിപ്പ് കഴിഞ്ഞാൽ നേരെ സ്തോത്രം പറഞ്ഞ് കഞ്ഞി കുടിക്കാൻ പോകാതെ കുറച്ച് നേരം ഇരുന്ന് അന്യഭാഷയിലൊക്കെ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് തന്ന ആ വചനം ഒന്നുകൂടെ ഒക്കെ ഒന്ന് വായിച്ച് നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നാളെ രാവിലെ 11 മണിക്കും വൈകുന്നേരം 8:30 കർത്താവിനെ നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.